അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. താരിഫ് വാർ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഭാവി എന്നതാണ് ചർച്ചാ വിഷയം. അമേരിക്കയുടെ തിരഞ്ഞെടുപ്പിന് ശേഷം ട്രംപിൻ്റെ സാമ്പത്തിക മേഖല ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്ന ചില നീക്കങ്ങളാണ് ഈ താരിഫ് വാർ എന്ന ഒരു തലത്തിലേക്ക് ആഗോള ട്രേഡ് സാധ്യതകൾ ഒന്നുകൂടെ സങ്കീർണമായ രൂപത്തിലേക്ക് മാറാനുള്ള കാരണം. തിരഞ്ഞെടുപ്പ് സമയത്ത് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്ക ഫസ്റ്റ് തുടങ്ങിയ പ്രമേയങ്ങളിലൂടെ, മുദ്രാവാക്യങ്ങളിലൂടെ അമേരിക്കയെ തിരിച്ചുപിടിക്കണം എന്ന ചില ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിലവിൽ വാണിജ്യ മേഖലയിൽ ട്രംപ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഈ ചർച്ചയിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് താരിഫ്, കസ്റ്റം ഡ്യൂട്ടി എന്നിങ്ങനെ പറയുന്ന ഈ സാങ്കേതിക പദത്തിൻ്റെ അർത്ഥം, അതിൻ്റെ സാധ്യതകൾ, വിശകലനം, അതുപോലെ സവിശേഷമായ ഇത്തരമൊരു ചർച്ചയിലേക്ക് എത്താനുള്ള അമേരിക്കയുടെ നിലപാട് സംബന്ധിയായ പുതിയ സാഹചര്യം. അമേരിക്കയുടെ ഈ നിലപാട് കാരണം ആഗോളതലത്തിൽ രൂപപ്പെട്ടു വരുന്ന സാമ്പത്തിക സാഹചര്യത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അതെങ്ങനെ ബാധിക്കുന്നു എന്നീ പ്രധാനപ്പെട്ട ഏരിയകളിലൂടെയാണ് ചർച്ച കടന്നു പോകേണ്ടത്. തജ്മൽ സർ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും പ്രിയം നിറഞ്ഞ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, BKF-ൻ്റെ മഹനീയമായ ഈ വൈജ്ഞാനിക ആഘോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനുകാലിക സാഹചര്യത്തിൽ ഏകദേശം 3-4 മാസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ സവിശേഷമായൊരു പദമാണ് അമേരിക്കൻ താരിഫ് നയവും ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര പ്രശ്നങ്ങളും. നമുക്കറിയാം, 47ാമത് പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ 2 തരത്തിലുള്ള ആശയക്കുഴപ്പത്തിലാണ് ലോകം അദ്ദേഹത്തെ വീക്ഷിക്കുന്നത്. 2016 മുതൽ 20 വരെ ഒരു തവണ അമേരിക്കൻ പ്രസിഡൻ്റായി തൻ്റെ ഭരണപ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ലോകത്ത് എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥിതിയെ സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലേഷൻ അടക്കമുള്ള പ്രതിസന്ധികൾ ഇതിനെയൊക്കെ തരണം ചെയ്യുമെന്ന വലിയ ഖ്യാതി നേരത്തെ സൂചിപ്പിച്ച വ്യത്യസ്ത പേരിലൂടെ, പദങ്ങളിലൂടെ ജനങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ വരുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയക്കാരനുപരിയായി നല്ല ബിസിനസ്സുകാരനും വ്യത്യസ്ത സംരംഭങ്ങൾ നടത്തുന്നതുമായ ഒരു വലിയ ഓൺട്രപ്രണർ കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഏതു സമയത്തും തൻ്റേതായ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി വളരെ പെട്ടെന്ന് നയങ്ങൾ മാറ്റുകയും കാർക്കശ്യ സ്വഭാവത്തോടുകൂടെ ഇടപെടുകയും മുൻകാല പ്രസിഡന്റുമാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തൻ്റേതായ ഒരു രീതി കാഴ്ചവെച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മളിവിടെ താരിഫിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഒരു രാജ്യം അതിൻ്റെ പുറം രാജ്യത്തിൽ നിന്ന് വസ്തുക്കൾ ആ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുകയോ അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുകയോ ചെയ്യുമ്പോൾ ചുമത്തുന്ന ചുങ്കമാണ് താരിഫ്. നോർമലി ഇത് എക്സ്പോർട്ട് അല്ലെങ്കിൽ കയറ്റുമതി സമയത്ത് ഇതിന് കൂടുതൽ പ്രസക്തിയില്ല. വളരെ ഒറ്റപ്പെട്ട ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്
ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് താരിഫ് ചുമത്താറുള്ളത്. ഇവിടെ വളരെ നെസസിറ്റി ആയുള്ള അനിവാര്യമായി ഇവിടെ ഉണ്ടാവേണ്ട വസ്തുക്കളെ ഇവിടുത്തെ കൺസ്യൂമേഴ്സിന് കിട്ടുന്നതിന് പകരം അത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ചില നിയന്ത്രണങ്ങൾ താരിഫ് പോലെ സർക്കാർ ചെയ്യാറുണ്ട്. അതിനപ്പുറത്തേക്ക് കോമൺ ആയിട്ട് താരിഫ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു രാജ്യത്തേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെയും അല്ലെങ്കിൽ സാധന സേവനങ്ങളുടെയും മേൽ ചുമത്തുന്ന ഒരു തീരുവയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഒരു രാജ്യം, ഫോർ എക്സാമ്പിൾ അമേരിക്ക, ആ രാജ്യത്ത് അവിടേക്ക് വരുന്ന ഫോറിൻ കൺട്രികളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ മേൽ, സർവീസുകളുടെ മേൽ താരിഫ് ചുമത്തുന്നത്. ഏറ്റവും പ്രധാനമായി അതിൻ്റെ രണ്ട് താല്പര്യങ്ങളാണ്. ഒന്ന്, ആ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആഭ്യന്തരമായി നിർമ്മിക്കപ്പെടുന്ന, ഉൽപ്പാദനം ചെയ്യപ്പെടുന്ന വസ്തുക്കളുടെ അല്ലെങ്കിൽ സേവനങ്ങളുടെ അതിനെ സംരക്ഷിക്കുകയും അതിനെ കൂടുതൽ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ള പ്രധാനമായ രണ്ട് താല്പര്യങ്ങളിൽ നിന്നാണ് താരിഫ് നിലവിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അൾട്ടിമേറ്റ് ഒരു താരിഫ് ഏർപ്പെടുത്തുമ്പോൾ ആ താരിഫ് കൊണ്ടുള്ള അധിക നികുതി അത് റിയാലിറ്റി അത് നൽകപ്പെടുന്നത് ആ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്നും ഒരു വസ്തു ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ആ വസ്തുക്കളുടെ മേൽ 10% നികുതി ചുമത്തുന്നു. അപ്പോൾ നിലവിൽ 100 രൂപയുള്ള ഒരു പ്രൊഡക്റ്റിന് എക്സ്ട്രാ താരിഫായി 10% ചുമത്തുമ്പോൾ ഈ 110 രൂപയും കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണെന്നുള്ളൊരു വസ്തുതയുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത് ഗവൺമെൻറ്റിന് കൂടുതൽ വരുമാനം ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രോഡക്റ്റുകൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ അവ ഇവിടെ നമുക്ക് സെയിൽ ചെയ്യാനുള്ള അവസരം നൽകപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട താല്പര്യങ്ങൾക്ക് മേലിലാണ് ഈ താരിഫ് നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ കുറേ കൂടി നമുക്കിന്ന് ഗ്ലോബലൈസ്ഡ് എക്കണോമിക് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ മറ്റു വിദേശ കമ്പനികൾ നമ്മുടെ നാട്ടിൽ ബിസിനസ് യൂണിറ്റുകൾ തുടങ്ങാൻ കൂടി ഈ താരിഫ് കൊണ്ട് ഒരു സാധ്യത വരുന്നുണ്ട്. അതായത് ചൈനയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് പ്രൊഡക്റ്റുകൾ ഇറക്കുമതി ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ പ്രൊഡക്റ്റിൻ്റെ മേൽ താരിഫ് ചുമത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ആ താരിഫ് ചുമത്തപ്പെടുമ്പോൾ അതിൻ്റെ വില കൂടുമ്പോൾ സ്വാഭാവികമായും അവിടെ കോമ്പറ്റീഷൻ വരുന്നു. അതിലേറ്റവും കംഫർട്ടബിളായി ജനങ്ങൾക്ക് പറ്റുന്ന പ്രൊഡക്റ്റ് മാത്രമാണ് ആളുകൾ വാങ്ങുക. അപ്പോൾ സ്വാഭാവികമായും പുറത്തുനിന്ന് വരുന്ന വസ്തുവിന് വില കൂടുമ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നു. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ വേറൊരു ഓപ്ഷൻ എന്നുള്ളത് മറ്റു രാജ്യത്തിലെ കമ്പനികൾക്ക് ഇവിടത്തേക്ക് പ്രോഡക്റ്റിനെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇന്ത്യയിൽ അവർക്ക് സ്വന്തം യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തുടങ്ങിക്കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഈ താരിഫിൽ നിന്നും മുക്തമായി ഒരു നല്ല ബിസിനസ് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആ താല്പര്യങ്ങൾ മേലാണ് ഒരു താരിഫ് സമ്പ്രദായം ലോകത്തുടനീളം ചുമത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ വരുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഓർമ്മ വരുന്നത് ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് കുറേ കൂടി ഈ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ. ചിക്കൻ താരിഫ് എന്ന പേരിൽ നിങ്ങൾക്ക് നേരെ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്താൽ മനസ്സിലാവും. ഇങ്ങനെയുള്ള താരിഫ് വാറുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു യുദ്ധം എന്ന അർത്ഥത്തിലേക്ക് അല്ലെങ്കിൽ താരിഫ് വാർ എന്ന അർത്ഥത്തിലേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്തരത്തിലുള്ളൊരു ചെറിയ താരിഫ് ചേഞ്ച് അത് ലോകത്തുടനീളം അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്നുള്ളത് നമുക്ക് പറയേണ്ടതില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെയുള്ളൊരു താരിഫ് നയം നമ്മൾ തുടർന്ന് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് വലിയ താരിഫ് ഏർപ്പെടുത്താനുള്ള കാരണത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്കറിയാം അമേരിക്കയിൽ കഴിഞ്ഞ കാലങ്ങളായി ഇൻഫ്ലേഷൻ കൂടുതൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക നയത്തിലൊരു കൃത്യത ഇല്ലാത്തതിൻ്റെ പേരിൽ ജോൺ ബൈഡൻ്റെ കാലത്താണെങ്കിലും അതുപോലെ തൊട്ട് മുമ്പുള്ള ട്രംപിൻ്റെ ഭരണകാലത്താണെങ്കിലും ഗ്ലോബൽ ഇഫക്റ്റിനെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിന് കൃത്യമായി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബേസിൽ സാമ്പത്തിക നയങ്ങൾ നമ്മൾ പുലർത്തി പോരാത്തതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അമേരിക്കയിൽ കഴിഞ്ഞ കാലങ്ങളിൽ കൃത്യമായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥയെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ അമേരിക്കയുടെ ആഭ്യന്തര ഉൽപ്പാദനം കൂടുതൽ വർദ്ധിപ്പിക്കുക,
പുറത്തു നിന്നുള്ള ഇറക്കുമതി കുറച്ചുകൊണ്ട് ആഭ്യന്തരമായി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ആഭ്യന്തരമായി ബിസിനസ്സിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അനധികൃത കുടിയേറ്റങ്ങൾ, അനധികൃതമായ കടത്തലുകൾ, മറ്റു ലഹരിയുടെ മറവിലുള്ള ബിസിനസ് പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ അവസാനിപ്പിക്കുക എന്ന താല്പര്യത്തിൽ കൂടിയാണ് അമേരിക്ക. അതിൻ്റെ കൂടെ തന്നെ കുറേ കൂടി ഗവൺമെൻറ്റിന് നല്ല വരുമാനം ഉണ്ടാക്കുകയും അതിലൂടെ ഗവൺമെൻറ് ജനങ്ങൾക്ക് ടാക്സ് റിലാക്സേഷൻ അല്ലെങ്കിൽ കൂടുതൽ ടാക്സ് ബന്ധപ്പെട്ട് നികുതി ബന്ധപ്പെട്ട് ഇളവ് ലഭിക്കുവാനും കൂടിയുള്ള സാഹചര്യമാണ് അമേരിക്ക ഈ ഒരു താരിഫ് നയത്തിന് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം, താരിഫ് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിന് കിട്ടുന്ന നികുതിയുടെ അളവ് കൂടുന്നു. ഈ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ വെൽഫെയർ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ നിലവിൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് സ്ട്രക്ചർ, ആഭ്യന്തരമായി ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന ടാക്സ് സ്ട്രക്ചറിനെ അതിനെ ഒന്നുകൂടി ലഘൂകരിച്ചുകൊണ്ട് ജനങ്ങളുടെ മേൽ ആ ഒരു ഭാരം ഒഴിവാക്കാൻ കൂടിയാണ് അമേരിക്ക ഈ ഒരു നയത്തിലേക്ക് പോകുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അമേരിക്ക ഈ നയമായി മുന്നോട്ട് പോവുകയും ഇത് എത്രമാത്രം ലോകത്ത് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് നിരീക്ഷിക്കാം. പ്രധാനമായും നമ്മൾ താരിഫ് നയം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഇപ്പോൾ ഇന്ത്യയും മറ്റു രാജ്യങ്ങളൊക്കെ ഇടക്കാലത്ത് പല സമയങ്ങളിലായിട്ട് താരിഫ് നയങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ താരിഫ് നയം എന്നുള്ളത് ഒന്നുകൂടെ ടാർഗറ്റഡ് താരിഫാണ് സാധാരണ ബിസിനസ് തലത്തിൽ നടത്താറുള്ളത്. ചില പ്രത്യേക പ്രോഡക്റ്റുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ, അതിൻ്റെ പ്രൊഡക്ഷൻ സിസ്റ്റത്തെ പ്രൊമോട്ട് ചെയ്യാൻ, ആ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചില പ്രോഡക്റ്റുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുക എന്ന തരത്തിലൊക്കെയാണ് സാധാരണ താരിഫ് സിസ്റ്റം ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് അമേരിക്ക ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഓപ്പണായിട്ടുള്ള, വളരെ വ്യാപകമായി ഒരു കൃത്യതയില്ലാത്ത രൂപത്തിലുള്ള താരിഫ് നയമാണ് അമേരിക്ക ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഇത്തരത്തിൽ ഒരു ബ്ലാങ്ക് താരിഫ് എന്ന ഇമ്പാക്റ്റാണ് ഇന്ന് അമേരിക്ക രൂപപ്പെടുത്തിയ താരിഫ് കൊണ്ട് ലോകത്തുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് കൃത്യമായി ഇപ്പോഴും നമുക്കറിയാം, ഈ ഡൊണാൾഡ് ട്രംപുമായി നടക്കുന്ന ചില മീഡിയ ഇൻട്രാക്ഷനിലൊക്കെ എന്തുകൊണ്ടാണ് ഈ ഒരു താരിഫ് ഏർപ്പെടുത്തുന്നത്, ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു കൃത്യതയില്ലാത്ത മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. ഇത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇത് സ്വാഭാവികമായും രാജ്യത്തെ ജനങ്ങളെ ചെറിയ രൂപത്തിൽ ബാധിക്കും. പക്ഷേ ഇൻ റിയാലിറ്റി ഇതൊരു ലോങ് ടേം തലത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വലിയ വളർച്ചയിലേക്കും സാമ്പത്തികമായി നമ്മുടെ നിലവിലുള്ള സ്ഥിതി മറികടക്കാനും കൂടിയുള്ള ഒരു ടൂളായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വരുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി ഒരു ലാപ്ടോപ്പ് വാങ്ങുകയാണ്. വില 1,00,000 അതേസമയം ഇന്ത്യൻ കമ്പനിയുടേതാണ്, വില 1,00,000. ഇതേ സാധനം സമാനമായ കോൺഫിഗറേഷനുള്ള, സമാനമായ സ്പെക്കുള്ള ഒരു ലാപ്ടോപ്പ് അപ്പുറത്തുണ്ട്, ചൈനയുടേതാണ്, വില 80,000. സ്വാഭാവികമായിട്ടും കസ്റ്റമർ 80,000 ലാപ്ടോപ്പ് വാങ്ങും. ചൈനയെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ളതുകൊണ്ട് റോ മെറ്റീരിയൽസും മറ്റും അവർക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ ലഭ്യമാകുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ മാനുഫാക്ചർ ചെയ്യാൻ സാധ്യമാണ്. ഇത് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഇന്ത്യൻ കമ്പനികളെ ബാധിക്കും. ഇന്ത്യൻ കമ്പനിയുടെ പ്രൊഡക്ഷനെ ബാധിക്കും. പ്രൊഡക്ഷനെ ബാധിച്ചാൽ സ്വാഭാവികമായിട്ടും തൊഴിലവസരങ്ങളെ അത് ബാധിക്കും, അത് GDPയെ ബാധിക്കും. ഇങ്ങനെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാഭാവികമായിട്ടും ബാധിക്കുന്നൊരു കാര്യമാണ്. അതേസമയം ഈ കമ്പനികളെ സംബന്ധിച്ച് അവർക്ക് വലിയ അവസരമാണ് യഥാർത്ഥത്തിൽ മറ്റു രാജ്യങ്ങളിൽ പോയി ഇത്തരം മാനുഫാക്ചറിങ് യൂണിറ്റുകൾ തുടങ്ങുക എന്നുള്ളത്. ഒരുപക്ഷെ അമേരിക്കയിലൊരു കമ്പനിക്ക് ഇന്ത്യയിൽ വന്ന് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ അതിൽ മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ലേബർ കോസ്റ്റ്. ഈ ലേബർ കോസ്റ്റ് കുറഞ്ഞ റേറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനികൾ, വിദേശ രാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങൾ ഇത്തരം ചില കാര്യങ്ങൾ ആശ്രയിച്ചുകൊണ്ട് കമ്പനികൾ തുടങ്ങാനും അവിടെ പ്രൊഡക്ഷൻ നടത്താനും താല്പര്യപ്പെടും. ഇങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും താരിഫ്, നേരത്തെ പറഞ്ഞല്ലോ, ഈ 80,000 ലഭ്യമാകുന്ന ചൈനീസ് ഉൽപ്പന്നം, ചൈനീസ് ലാപ്ടോപ്പ്,
ആ സാധനം തന്നെ 1 ലക്ഷത്തിനാണ് ഇന്ത്യയിൽ ഇന്ത്യൻ കമ്പനിയുടെ ലാപ്ടോപ്പ് ലഭ്യമാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യം അതിന് ടാക്സ് വെക്കുകയാണ്. അഥവാ 30,000 അതിൻ്റെ പേഴ്സൻറ്റേജ് വെച്ച് ടാക്സ് വെക്കുന്നു. ഈ ടാക്സ് കൂടി വരുന്ന സമയത്ത് 1,10,10,000 വില വരുന്നു ചൈനയുടെ പ്രൊഡക്റ്റിന്. ഇന്ത്യയുടേത് 1 ലക്ഷം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ചിലവഴിക്കപ്പെടും. അതിൻ്റെ പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളും ആ വഴിക്ക് നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിരുന്ന വിദേശ കമ്പനിക്ക് ഇവിടെ നഷ്ടം വരികയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ താരിഫ് നയങ്ങൾ വരുന്ന സമയത്ത് സംഭവിക്കുന്നത്. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അവരുടെ പ്രൊട്ടക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്നതാണ്. അതുപോലെ തന്നെ മൊത്തത്തിൽ സാമ്പത്തിക മേഖലയുടെ വളർച്ച, അതുപോലെ തന്നെ വാണിജ്യ നയങ്ങളുടെ നിയന്ത്രണം, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ അതിനുണ്ട്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ താരിഫ് ചുമത്തുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അമേരിക്കൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പക്ഷേ അവർക്കത്ര പുരോഗതിയുള്ളതായിക്കൊള്ളണമെന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു വിദേശ രാജ്യത്ത് പോയി അവിടെ പ്രൊഡക്ഷൻ നടത്തി അവർക്ക് കിട്ടുന്ന വരുമാനം ചിലപ്പോൾ അമേരിക്കയിൽ പ്രൊഡക്ഷൻ നടത്തിയാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അതേസമയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് അവിടെയുള്ള ആളുകളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, അതുവഴി ആളുകളുടെ പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കുക, അതുവഴി GDP വർദ്ധിക്കുക, ഇങ്ങനെയുള്ള ചില താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഈ താരിഫ് നയം യഥാർത്ഥത്തിൽ കൂടുതൽ ബാധിക്കുന്നത് ചൈന, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, ഇങ്ങനെ തുടങ്ങിയ ചില രാജ്യങ്ങളെയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എന്നതുകൂടി നമുക്ക് ചർച്ച ചെയ്യാൻ തോന്നുന്നു. ആ സമയത്ത് ചെറിയ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ പ്രൊഡക്ഷൻ നടത്തുന്ന, ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തി കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ഈ താരിഫ് ഏർപ്പെടുത്തിയ മറ്റു രാജ്യങ്ങളിൽ ഉൽപ്പാദനം നടത്തുന്ന ഉൽപ്പന്നങ്ങൾ, ഇത് വെച്ച് നമ്മളൊന്ന് പരിശോധിക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ബംഗ്ലാദേശിൽ നിന്ന് കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ക്ലോത്ത്സാണ്, വസ്ത്രങ്ങളാണ്. ഇന്ത്യയേക്കാൾ താരിഫ് ശതമാനം ബംഗ്ലാദേശിന് കൂടുതലാണ്. അത് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഈ വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള ഒരു അവസരം തുറക്കുകയാണ്. അതുപോലെ തന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയിൽ നിന്ന് കയറ്റുമതി കൂടുതൽ ചെയ്യുന്നതാണ് ഇലക്ട്രോണിക്സ്. ആ മേഖലയിലേക്ക് ഇന്ത്യക്ക് വളരാനുള്ള അവസരം വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സാധ്യതകൾ ഓരോ രാജ്യങ്ങൾക്കും നിലനിൽക്കുന്നുണ്ട്. അതേസമയം അമേരിക്കക്കും ട്രംപിനും കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അമേരിക്കയിൽ യഥാർത്ഥത്തിൽ ഈ താരിഫ് നയത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ, പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ അവിടെയുള്ള കമ്പനികളുടെ അവർക്ക് ലാഭം നേടാനുള്ള സാധ്യതകൾ, ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു പോയിൻ്റ് കൂടി പറയാം. ട്രംപ് ഈ താരിഫ് നയം അല്ലെങ്കിൽ താരിഫിൻ്റെ പേഴ്സൻറ്റേജ് തീരുമാനിക്കാൻ സ്വീകരിച്ച മെത്തേഡ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതിയും കയറ്റുമതിയും വിലയിരുത്തിയിട്ട് ഇറക്കുമതി കയറ്റുമതിയേക്കാൾ കുറവാകുന്ന സമയത്താണ് ഡെഫിസിറ്റ് വരുന്നത്, ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു രാജ്യത്തിൻ്റെ, ഇപ്പോൾ ഇന്ത്യയുടെ താരിഫ് എത്രയാണ് എന്ന് കണക്കാക്കുന്നത് ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ എക്സ്പോർട്ട് എമൗണ്ട്. ഈ കിട്ടുന്ന ഇപ്പോൾ 48 ബില്യൺ ഒക്കെ വരും ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ്. ടോട്ടൽ എക്സ്പോർട്ട് എമൗണ്ട് 87 ബില്യൺ വരും. ഈ ടോട്ടൽ ട്രേഡ് ഡെഫിസിറ്റിനെയും ടോട്ടൽ എക്സ്പോർട്ട് എമൗണ്ടിനെയും ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിൻ്റെ പകുതി 26% നിലവിൽ ഇന്ത്യക്ക് ടാക്സായി ചുമത്തിയിട്ടുള്ളത്. ഇത് ഓരോ രാജ്യങ്ങൾക്കനുസരിച്ച് മാറും. ചൈനയ്ക്ക് ഇന്ത്യയേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇത്തരം ഒരു തിയറിയിലൂടെയാണ്, അല്ലെങ്കിൽ ഇത്തരമൊരു രീതിയാണ് ഇത് നിർണ്ണയിക്കാൻ വേണ്ടി ട്രംപ് സ്വീകരിച്ചത്. ഇത് വളരെ അബദ്ധമാണ് എന്നാണ് എക്കണോമിസ്റ്റുകൾ വിലയിരുത്തുന്നത്.
ഈ താരിഫ് നയം എന്നുള്ളത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഏപ്രിൽ 2 അദ്ദേഹം ലിബർട്ടി ഡേ എന്ന പേരിൽ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് താരിഫ് പ്രഖ്യാപിക്കപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ട്രേഡ് അമേരിക്ക ബന്ധപ്പെട്ട് ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണത്തിൻ്റെ മൂല്യത്തിൽ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിൽ 1-ാം സ്ഥാനം നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഈ അമേരിക്കയുടെ ആ കയറ്റുമതിയുടെ ആ ഒരു ട്രേഡിൻ്റെ ഇമ്പാക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു. നിലവിൽ അമേരിക്കയും ഇന്ത്യയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് ഡെഫിസിറ്റ് ആണെന്ന് പറഞ്ഞു. അതായത് അമേരിക്കയുടെ ഇന്ത്യയിലേക്കുള്ള എക്സ്പോർട്ടിനേക്കാൾ കൂടുതലാണ് നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ ആ ഡെഫിസിറ്റ് നോക്കുമ്പോൾ ഏകദേശം 52% വരും ഈ റേറ്റ്. അതിൻ്റെ പകുതിയാണ് അമേരിക്ക താരിഫിന് വേണ്ടി ചുമത്തിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്കറിയാം ഈ ചൈന, ആദ്യഘട്ടത്തിൽ ചൈനയ്ക്ക് അവർ ചുമത്തിയത് 34%. അതുപോലെ തന്നെ ഏറ്റവും ഈ വിഷയത്തിൽ അമേരിക്കയുമായി സംഘർഷം ഉണ്ടാക്കുന്ന യൂറോപ്യൻ യൂണിയൻ അവർക്ക് 20% എന്നിട്ടും ചുമത്തിയിട്ടുണ്ട്. വിയറ്റ്നാമിലേക്ക് നോക്കുമ്പം ഏകദേശം 46% ഉണ്ട്. ഇങ്ങനെ ഓരോ രാജ്യങ്ങളെയും ഈ ഒരു ലെവൽ ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഈ ഒരു നയം തന്നെ എന്താ വളരെ കൃത്യമായും അബദ്ധമെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലൊരു നയം ഫോളോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഇമ്പാക്റ്റ് കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനിടക്കാണ് ഈ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു വലിയ ട്രേഡ് വാർ കൂടെ ഇതിൻ്റെ കൂടെ നടക്കുന്നത്. അമേരിക്ക ചൈനയ്ക്ക് 34% ചുമത്തുമ്പോൾ സ്വാഭാവികമായും ചൈന തിരിച്ച് വീണ്ടും 34%ലേക്ക് വരുന്നു. 34% അമേരിക്കൻ പ്രൊഡക്റ്റുകൾക്ക് മേൽ ചുമത്തപ്പെടുന്നു. അത് വീണ്ടും ട്രംപ് 50% കൂട്ടി അവസാനം 104%ലേക്കും 125%ലേക്കും അങ്ങനെ അത് ഗണ്യമായി ഓരോ ദിവസങ്ങളിൽ തന്നെ ഇതൊരു വലിയ വാർ എന്ന അർത്ഥത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റെ ബെനഫിറ്റ് ഉണ്ടാവും, അതുപോലെ നഷ്ടങ്ങളുണ്ടാവും. അപ്പം നമുക്ക് ആകത്തുക ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യൻ എക്കണോമിയിൽ എന്ത് സംഭവിക്കുന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഒരർത്ഥത്തിൽ ഇത് പോസിറ്റീവാണ്, ഒരർത്ഥത്തിൽ ഇത് നെഗറ്റീവാണ്. അത് ചില ഇൻഡസ്ട്രി മേഖലകളെ ക്രമപ്പെടുത്തി നമുക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നോക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയും എന്ത് ഈ ഒരു നയം കൊണ്ട് ഇന്ത്യക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണെന്ന് പറയാൻ കഴിയും. കാരണം അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് ടെക്സ്റ്റൈൽ കയറ്റുമതി ചെയ്യുന്നതിൽ പെട്ട രാജ്യങ്ങളാണ് ഇന്ത്യ, അതുപോലെ തന്നെ ബംഗ്ലാദേശ് പോലെയുള്ള വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങൾ. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു നയം ഫോളോ ചെയ്യുമ്പം സ്വാഭാവികമായും ബംഗ്ലാദേശിൻ്റെ താരിഫ് വലിയ റേറ്റാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ ഇന്ത്യയുടെ താരിഫ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്ക് എത്തുന്ന ഇന്ത്യയുടെ പ്രോഡക്റ്റുകൾക്ക് വില കൂടും, പക്ഷേ അതിനേക്കാൾ കൂടുതലായിരിക്കും ബംഗ്ലാദേശ് പ്രോഡക്റ്റുകൾക്ക് വരുന്ന വില. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രോഡക്റ്റുകൾ കംഫർട്ടബിൾ പ്രൈസിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് ഡിമാൻഡ് കൂടുന്നു. അത് കൂടുതൽ നമ്മുടെ ബിസിനസ്സുകൾക്ക് വളർച്ചയിലേക്ക് എത്തിക്കുന്നു. അത് ഇന്ത്യൻ എക്കണോമിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു എന്നുള്ള തരത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു താരിഫ് നയം കൊണ്ട് 2 തരത്തിൽ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഓരോ രാജ്യങ്ങളെയും നമ്മൾ സമീപിക്കുമ്പോൾ അവർക്ക് ചെറിയ രീതിയിൽ അനുകൂലമായതും അതുപോലെ തന്നെ പ്രതികൂലമായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ടോട്ടലി ഒരു സാമ്പത്തികമായി ഗ്ലോബൽ GDP ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാ രാജ്യങ്ങളെയും പ്രത്യക്ഷമായിട്ടില്ലെങ്കിലും പരോക്ഷമായ രീതിയിലെങ്കിലും ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. അമേരിക്ക ഈ ഒരു വിഷയത്തിൽ ഇതിൻ്റെ അവിടുത്തെ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു താരിഫ് വാർ നടക്കുന്ന സമയത്ത് അവിടുത്തെ സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയുടെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം എന്ന് പറയാം. നമുക്ക് ഏറ്റവും പ്രധാനമായി ഇന്ന് രാജ്യത്തെ ഈ ഒരു സാമ്പത്തിക നയങ്ങൾ കൂടുതൽ പ്രതിഫലിക്കുന്ന ഒന്നാണ് അവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. കാരണം എല്ലാ കമ്പനികളുടെയും ഏറെക്കുറെ കമ്പനികളൊക്കെ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിലാണ് അവരുടെ ട്രേഡ് നടക്കുന്നത്. അവർ ഷെയറൊക്കെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റാണ് കൂടുതൽ ഈ ബിസിനസ്സിൻ്റെ ഇത്തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയുടെ ചേഞ്ചുകളെ കൃത്യമായി നിരീക്ഷിക്കുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താനൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനം കൂടിയാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇതിൽ ഇന്ന് അമേരിക്കയിലെ S&P 500 സ്റ്റാൻഡേർഡ് പുവർ 500 എന്ന് അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ അവിടുത്തെ ശക്തമായ കമ്പനികളെ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവിടുത്തെ $4 ട്രില്യൺ ഈ ഒരു സമയത്ത് നഷ്ടം സംഭവിച്ചതായി പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാസ്ഡാക്ക്, അവിടെയും ഇതിൻ്റെ ഗണ്യമായി ഇടിവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കമ്പനികൾ വലിയ തരത്തിൽ അവരുടെ പ്രൊഡക്റ്റുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ഷെയറുകൾക്ക് ഇടിവ് വന്നതായി നമുക്ക് കാണാൻ കഴിയും.
ടെസ്ല പോലത്തെ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ 15% മുതൽ അല്ലെങ്കിൽ ഒരു 2% മുതൽ 15% വരെ ഇടിവ് വന്നതായി. അപ്പം അത്രയും ഇന്ന് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് നിലവിൽ അവിടെ സാമ്പത്തികമായി വലിയൊരു അരക്ഷിതാവസ്ഥ കാണാൻ കഴിയും. ടോട്ടലി ഇതിലേറ്റവും ആകത്തുക പറയുകയാണെങ്കിൽ ഇന്ന് അമേരിക്കയുടെ ഏകദേശം ഫെബ്രുവരി ആദ്യവാരത്തിൽ അമേരിക്കയുടെ ഒരു ഗ്രോത്ത് റേറ്റിൻ്റെ ഒരു തോത് നോക്കുമ്പോൾ നേരത്തെ ഫെബ്രുവരി ആദ്യവാരത്തിൽ 4% ഉണ്ടായിരുന്ന ഗ്രോത്ത് റേറ്റ് ഈ ഒരു നയത്തിൻ്റെ ഈ ഒരു സമയത്തുള്ളത് -2.4% ആണ്. അപ്പോൾ അത്രയും സാമ്പത്തികമായ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അമേരിക്ക കടന്നു പോകുന്നത്. ഏതൊരു എക്കണോമിയാണെങ്കിലും നമുക്കറിയാം എക്കണോമിക് സിസ്റ്റത്തിൽ അൺസർട്ടൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കും. ഇപ്പം നമുക്ക് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഈ കേന്ദ്ര ഗവൺമെൻറ് ഇലക്ഷനുകൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള മാറ്റങ്ങൾ, നമ്മുടെ സാമ്പത്തിക നയങ്ങളിലുള്ള ചേഞ്ചുകൾ, ഗവൺമെൻറ് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കൃത്യമായി നമ്മുടെ സമ്പദ് വ്യവസ്ഥിതിയെ ബാധിക്കുമെന്നുള്ളതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ അമേരിക്കയുടെ ഈ നയപരമായ ഈ താരിഫ് ബന്ധപ്പെട്ട പോളിസി കൊണ്ട് അത് സാരമായി തന്നെ ഗ്ലോബൽ എക്കണോമിയെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കൊന്നുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഒരു സമ്പദ് വ്യവസ്ഥിതിയുടെ ഒരു തോതിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞത്, ഇതിൽ നേരത്തെ സൂചിപ്പിച്ച കാര്യം, ഇതിൽ ഒന്ന് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഏരിയകൾ, ഒന്ന് ഇലക്ട്രോണിക് ഐറ്റംസാണ്. ഇലക്ട്രോണിക്കൽ മേഖലയിൽ പ്രധാനമായും നമ്മൾ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഏകദേശം 17.73%, അതായത് ഏകദേശം ഒരു 12.5 ബില്യൺ ഈ എമൗണ്ട് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രതിവർഷം അമേരിക്കയിലേക്ക് ഇലക്ട്രോണിക് ഐറ്റത്തിലായി കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ടോട്ടൽ ഇലക്ട്രോണിക് എക്സ്പോർട്ടിലെ 31.3%, ഇന്ത്യ മൊത്തത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് അടക്കം കയറ്റുമതി ചെയ്യുന്നതിൽ 31% ഇന്ത്യ ഇലക്ട്രോണിക് ഐറ്റംസ് കയറ്റുമതി ചെയ്യുന്ന അമേരിക്കയിലേക്കാണ്. അപ്പോൾ ഈ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ നിലവിൽ 0.4% മാത്രമാണ് അമേരിക്ക താരിഫ് ചുമത്തിയിട്ടുള്ളത്. ആ താരിഫ് റേറ്റാണ് എന്താവുന്നത് 26% വരുന്നത്. അപ്പം നമുക്കറിയാം ഈ ഇലക്ട്രോണിക് ഐറ്റത്തിൽ വലിയ ഗണ്യമായ പ്രൈസ് വർധനവ് അമേരിക്കൻ മാർക്കറ്റിലുണ്ടാവുന്നു. സ്വാഭാവികമായും അമേരിക്കൻ മാർക്കറ്റ് മറ്റു ആൾട്ടർനേറ്റീവ് ഗുഡ്സിലേക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യത്തിൻ്റെ പ്രോഡക്റ്റുകളിലേക്ക്, പ്രൈസ് കുറഞ്ഞ പ്രോഡക്റ്റുകളിലേക്ക് അവർ ചേഞ്ച് ആവുന്നു. അത് ഇന്ത്യൻ ഇലക്ട്രോണിക് കമ്പനികളെ സാരമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ നമുക്കത് വലിയ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ രാജ്യത്തിൽ നിന്നും കൂടുതലായിട്ട് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വേറെ പ്രധാനപ്പെട്ട മേഖലയാണ് പ്രിഷ്യസ് സ്റ്റോൺസ് ആൻഡ് ജ്വല്ലറീസ്, ഈ രത്നങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ. അതിൽ നിലവിൽ ഏകദേശം $9 ബില്യൺ മൂല്യമുള്ള വസ്തുക്കൾ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഓരോ വർഷവും. അതിൽ നിലവിൽ 2% മാത്രമാണ് അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അത് എന്താവുന്നു, ഈ നയം കൊണ്ട് വലിയ താരിഫ് റേറ്റിലേക്ക് വരുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെയൊക്കെ എമൗണ്ട്, പ്രൈസ് ഗണ്യമായി വർദ്ധിക്കുന്നു. അപ്പോൾ അത് നമ്മെ സാരമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതേ സമയത്ത് നമുക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ടെക്സ്റ്റൈൽ മേഖലയിലേക്ക് നോക്കുമ്പോൾ, ടെക്സ്റ്റൈൽ മേഖലയിൽ കഴിഞ്ഞ വർഷം $3 ബില്യൺ കഴിഞ്ഞ വർഷം ഇന്ത്യ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മേഖലയിൽ നമ്മൾ ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്ടിൻ്റെ 48% നമ്മൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കത് വലിയ ബിസിനസ് വളർച്ചയായിരുന്നു. അത് എന്താവുന്നു, നിലവിൽ ചൈനയുടെ താരിഫ് 46% മുതൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ റേറ്റിലേക്ക് പോകുന്നു. അതുപോലെ ബംഗ്ലാദേശാണ് മറ്റ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റർ അമേരിക്കയിലെ ടെക്സ്റ്റൈൽ മേഖലയിൽ. അവർക്ക് 37% താരിഫ് വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ, അതുപോലെ തന്നെ ശ്രീലങ്ക 47% വരുന്നു. അപ്പോൾ ഈ രൂപത്തിൽ മറ്റു രാജ്യങ്ങളുടെ താരിഫ് ഇന്ത്യയുടെ താരിഫിനേക്കാൾ കൂടുതൽ വരുമ്പോൾ അത് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ, പ്രത്യേകിച്ച് അമേരിക്കൻ മാർക്കറ്റിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ ഒരു നല്ല ബൂസ്റ്റിങ്ങിലേക്കാണ് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രൂപത്തിൽ ചുരുക്കി പറഞ്ഞാൽ ചില ഇൻഡസ്ട്രികൾക്ക് ഇത് അനുകൂലമായ സാഹചര്യം വരുന്നു, ചില ഇൻഡസ്ട്രികൾക്ക് പ്രതികൂലമായി വരുന്നു. ടോട്ടലി ഗ്ലോബൽ ഇഫക്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വീണ്ടും പറയാം, അത് മറ്റു രാജ്യങ്ങളെപ്പോലെ തന്നെ ഇന്ത്യയെയും അത് കൂടുതൽ ബാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ഇന്ത്യയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവിനെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ അതിൻ്റെ ഒരു സ്റ്റഡി നടത്തിയിട്ട് അവർ റിപ്പോർട്ടിൽ പറയുന്നത്,
ഇന്ത്യയുടെ GDP-യുടെ 0.19% എന്ന അർത്ഥത്തിൽ ഇന്ത്യയെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട്. ഏകദേശം ഒരു $8 ബില്യൺ എന്ന അർത്ഥത്തിൽ നമുക്കിത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതേ സമയത്ത് മറ്റു രാജ്യങ്ങൾ നോക്കുമ്പം വലിയ എമൗണ്ട് അല്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യമാണ് ഈ ഗ്ലോബൽ വാല്യൂ ചെയിൻ. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചു, നേരത്തെ നമ്മളൊക്കെ ചെയ്തിരുന്ന രീതി, ഇപ്പോൾ നമ്മളിവിടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അത് പരമാവധി അതിൻ്റെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നു, അത് പുറം രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇന്ന് അവിടെ നിന്നൊക്കെ മാറി ഗ്ലോബൽ വില്ലേജ് എന്ന അർത്ഥത്തിൽ എല്ലാ രാജ്യങ്ങളും ഈ അതിരുകൾ ഭേദിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് തന്നെ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ കൊമേഴ്സ് വഴി നമുക്ക് അമേരിക്കയിലേക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും വളരെ ഫ്രീ ആയിട്ട് ട്രേഡ് ബാരിയറുകളൊക്കെ മാറിയ കാലം കൂടി ആഫ്റ്റർ 1991 ന്യൂ എക്കണോമിക് പോളിസി നമ്മൾ കേട്ടവരാണ്. അപ്പോൾ ഈ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി നമുക്ക് ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൈസ് ചേഞ്ച് അത് ഗ്ലോബലി തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കാലത്ത് ഇന്ന് കൂടുതലും എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് ഗ്ലോബൽ വാല്യൂ ചെയിൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രധാനമായും ലേബർ വേണം, അതുപോലെ തന്നെ പിന്നെ ഫണ്ട് ക്യാഷ് വേണം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അർത്ഥത്തിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇങ്ങനെ ഇതിൻ്റെ ഒരു ഓർഗനൈസിങ് സിസ്റ്റം ഇതൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് വരിക. അപ്പോൾ ഈ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ഇതിന് ഏറ്റവും അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു, ആ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ ബംഗ്ലാദേശിൽ ലേബർ റേറ്റ് വളരെ കുറവാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ റേറ്റാണ് ഈ ലേബർ മേഖലയിലുള്ളത്. ഇതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ വളരെ കുറഞ്ഞ രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്ലോബൽ കമ്പനികൾക്ക് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളെ കളക്ട് ചെയ്ത് ഏറ്റവും കുറഞ്ഞ ലേബർ സിസ്റ്റം ഉള്ള രാജ്യത്ത് പോയി അതിൻ്റെ ബിസിനസ് യൂണിറ്റ് സ്ഥാപിക്കുന്നു, അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് എവിടേക്കാണോ കൺസ്യൂമേഴ്സ് ആവശ്യമായി വരുന്നത് അവിടേക്ക് എന്ത് ചെയ്യുന്നു, ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഈ രൂപത്തിൽ ടോട്ടലി രാജ്യത്തുടനീളം അല്ലെങ്കിൽ ലോകത്തുടനീളം പരന്നു കിടക്കുന്ന രീതിയിലേക്ക് ബിസിനസ്സുകൾ പോകുന്നൊരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ താരിഫ് നയം വരുമ്പോൾ അത് ഏത് രാജ്യത്ത് വന്നാലും അതെന്താവും, നമ്മുടെ രാജ്യത്തെയും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളെയും അത് ഡയറക്റ്റായിട്ടും അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടും ബാധിക്കും എന്നുള്ളത് ഷുവറാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഇന്ത്യ തന്നെ ഇന്ന് വലിയ കമ്പനികൾ ഫോളോ ചെയ്യുന്നത് China +2 എന്നാണ്. ഇവിടെ ഒരു ബിസിനസ് യൂണിറ്റ് ഉണ്ടാക്കുമ്പം ചൈനയിലും ഒരു യൂണിറ്റ് സ്ഥാപിക്കുന്നു എന്നുള്ളതാണ്. കാരണം ചൈനയിൽ മെറ്റീരിയൽസിന് വളരെ കുറഞ്ഞ റേറ്റാണ്. ഇപ്പോൾ വലിയ റിലയൻസ് പോലെ ടാറ്റ പോലെ വലിയ കമ്പനികൾ ചൈനയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ പ്രൊഡക്ഷൻ ഉൽപ്പാദനത്തിൻ്റെ ചിലവ് വളരെ കുറവാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുമ്പം നമ്മുടെ ഈ ടോട്ടൽ താരിഫ് നയം വരുന്നതോടുകൂടെ ചൈനയിലേക്ക് എന്താവും, പ്രൊഡക്റ്റുകളുടെ വില കൂടുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ലേബർ ചാർജ് കൂടുന്നു, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ബന്ധപ്പെട്ട് ചിലവുകൾ കൂടുന്നു. ഇങ്ങനെ മൊത്തത്തിലൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നതോടുകൂടെ ടോട്ടലി നമുക്ക് ഇത് വലിയ പ്രയാസത്തിലേക്കാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം അമേരിക്ക ഇതിൻ്റെ ഏറ്റവും പ്രധാനമായി അവർ ഫോക്കസ് ചെയ്യുന്നത് ചൈനയെ ഒന്ന് പിടിക്കുക എന്നുള്ളതാണ്. ചൈന കൂടുതൽ ഗണ്യമായി സാമ്പത്തിക വളർച്ച നന്നായി ബൂം ചെയ്യുന്ന രാജ്യം കൂടിയാണ്. അപ്പോൾ അവരെ അവർക്കെതിരെ തിരിയുന്ന സംഗതിയാണെങ്കിലും ഒരു ചൈന അമേരിക്ക വാറാണെങ്കിലും ഇതിൻ്റെ റിസൾട്ട് മറ്റു എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ, നമുക്കറിയാം ഇന്ന് ഒരു ഡെവലപ്പിംഗ് ലെവലിൽ നമ്മൾ പോകുന്നത്. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടി മിഡിൽ ക്ലാസ് ആളുകളാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാമ്പത്തിക അരക്ഷിതാവസ്ഥ വരുമ്പോൾ നമ്മളൊക്കെ എന്താവും, നമ്മുടെ ഈ പർച്ചേസ് സിസ്റ്റത്തെ അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതിനെ ഒന്ന് കൺട്രോൾ ചെയ്യും. ഏറ്റവും കറക്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കോവിഡ് സമയത്തുണ്ടായ ഒരു ബിസിനസ് ഡൗൺ നമുക്കറിയാം. ആളുകളുടെ കയ്യിലൊക്കെ ക്യാഷ് ഉണ്ട്, പക്ഷേ എവിടെയും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, എവിടെയും ബിസിനസ് നടക്കുന്നില്ല. കാരണം ഇത് എന്താവും എന്നൊരു ആശങ്ക നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ അൺസർട്ടനിറ്റി എക്കണോമി ഒരിക്കലും താല്പര്യപ്പെടാത്ത സംഗതിയാണ്. ഈ അൺസർട്ടനിറ്റി എത്രമാത്രം നീണ്ടുപോകുന്നു അത്രയും വലിയ പ്രശ്നം രാജ്യത്തുണ്ടാവുന്നു. ഇപ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചതാണ് പാകിസ്ഥാൻ അവരുടെ വ്യോമപാത അടച്ചു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ പാകിസ്ഥാൻ വ്യോമപാത അടക്കുന്നതോടുകൂടെ സ്വാഭാവികമായി സംഭവിക്കുന്ന എന്താ, ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഫ്ലൈറ്റുകൾക്ക് ഡയറക്റ്റ് റൂട്ട് പോയി ഇൻഡയറക്റ്റായിട്ട് ഒരുപാട് ദൂരം എടുത്ത് പോകേണ്ടി വരുന്നു. ഇന്ന് നമ്മൾ പത്രത്തിൽ കണ്ടു എയർ ഇന്ത്യ എന്ത് ചെയ്തു, കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇതിൻ്റെ നഷ്ടം സഹിക്കാൻ വേണ്ടി ഒരു എമൗണ്ട് തരണമെന്ന പേരിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഗ്ലോബൽ ഇഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് എല്ലാ രാജ്യങ്ങളെയും
അത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ബാധിക്കുന്നു. പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ ഇങ്ങനെയുള്ള അമേരിക്ക പോലെയുള്ള ലോകത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, പ്രത്യേകിച്ച് അമേരിക്ക നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏകദേശം ഏറെക്കുറെ മേഖലകളിൽ അധീശത്വം സ്ഥാപിച്ചുകൊണ്ട് അത് UN ആണെങ്കിലും മറ്റു ബിസിനസ് ലീഡർഷിപ്പിലാണെങ്കിലും എല്ലാത്തിലും മേധാവിത്വം ഉള്ളത് കൊണ്ട് അമേരിക്കയുടെ ഒരു ക്ഷീണം അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാമ്പത്തികമായ ഒരു ചെറിയ ക്ഷീണം വന്നു കഴിഞ്ഞാൽ അത് മറ്റു രാജ്യങ്ങളെ ബാധിക്കുമെന്നുള്ളത് കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. അപ്പോൾ അത്രയും ഒരു വിശാലമായ അർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ജീവിതത്തെ, അല്ലെങ്കിൽ ബിസിനസ് മാത്രം ട്രേഡ് എന്നുള്ളത് നമുക്കറിയാം ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഈ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കൊമേഴ്സ് എന്നുള്ളത്. ഇതൊരു നമ്മുടെ ഒരു ലൈഫ് ലൈനാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റുകളെ, നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഒരു പ്രോഡക്റ്റ് എന്നുള്ളത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ ചേഞ്ച് അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് സാധാരണക്കാരെ മുതൽ വലിയ കമ്പനികളെ മുതൽ എല്ലാത്തിനെയും ബാധിക്കും. കാരണം ഈ ഫണ്ട് അല്ലെങ്കിൽ മണി എന്നുള്ളൊരു ഒരു സൈക്കിൾ സിസ്റ്റം ആണല്ലോ. അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കണം. എവിടെയും പ്രശ്നമില്ലാത്ത രൂപത്തിൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ തടസ്സമാവുന്ന രീതിയിലുള്ള പോളിസികൾ വരുമ്പോൾ അതൊരു ഭാഗത്ത് ബ്ലോക്കാവുന്നു, അത് മറ്റാളുകളിലേക്ക് എത്താതിരിക്കുന്നു. ബിസിനസ് നടക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും പിന്നെ ഈ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. നേരത്തെ നമ്മൾ ചർച്ചയിൽ വന്നതാണ്, തൊഴിൽ നഷ്ടപ്പെടുന്നു, അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്ലോക്കാവുന്നു, മൊത്തം സ്റ്റക്കാവുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോവുക. അപ്പോൾ ഈ നിലവിൽ അറ്റ് പ്രസൻറ്റ് നമുക്ക് പറയാം, ഇപ്പോൾ നിലവിലുള്ളൊരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബന്ധപ്പെട്ടൊരു പാനിക് സിസ്റ്റമാണ്. ഒന്നും ആർക്കും തീർപ്പ് പറയാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഗ്ലോബൽ എക്കണോമി ആകെ അൺസർട്ടനായി നിൽക്കുന്നൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. നിലവിൽ അമേരിക്കയുടെ ഈ പുതിയ താരിഫ് നയം പിന്തുടർന്നു പോവുകയാണെങ്കിൽ 1930കളിൽ നേരിട്ട ഗ്രേറ്റ് ഡിപ്രഷൻ അതായിരിക്കും അമേരിക്കയുടെ ഭാവി എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. പ്രത്യേകിച്ച് നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മളുടെ ഇടപാടുകൾ, എക്സ്പോർട്ട് ഇമ്പോർട്ട് എല്ലാം ഒന്നുകൂടെ ഫ്ലെക്സിബിളായ ഈ കാലത്ത്, അല്ലെങ്കിൽ കൂടുതൽ ഫ്ലെക്സിബിൾ ആകാൻ പോകുന്ന കാലത്ത്, ഒരു ഗ്ലോബൽ ട്രേഡ് നെറ്റ് എന്ന രൂപത്തിലേക്ക് വരുന്ന സമയത്ത് അമേരിക്കയെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും ഓരോ രാജ്യങ്ങളെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള നയങ്ങൾ വളരെ പ്രധാനമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചില മേഖലകളിലൊക്കെ ഇത്തരം താരിഫ് നയങ്ങൾ ചിലപ്പോൾ പുരോഗതി ഉണ്ടാക്കാം. അതേസമയം അത് കേവലം ഷോർട്ട് ടൈമിൽ മാത്രം ലഭ്യമാകുന്ന ചില ബെനിഫിറ്റ്സാണ്. അതേസമയം ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യക്കും ആഗോളതലത്തിലും അത് വല്ലാതെ ബാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ 2025 ഗ്ലോബൽ GDP 0.4% മാറും എന്നൊരു, അത്ര കുറവ് സംഭവിക്കും എന്നൊക്കെയാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരതയും അതിൻ്റെ സന്തുലിതാവസ്ഥയും നിലനിൽക്കാൻ ചില കാര്യങ്ങൾ നമ്മൾക്ക് ഇന്ത്യക്ക് ചെയ്യാനുള്ളത്, ഒന്ന് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ട്രേഡ്, ഈ വ്യാപാരത്തിൻ്റെ വൈവിധ്യങ്ങൾ, വ്യത്യസ്തമായ പ്രൊഡക്ഷൻസ്, അതുപോലെ തന്നെ പ്രൊഡക്ട്സ് നമ്മൾ മുന്നോട്ട് വെക്കുക. അതുപോലെ തന്നെ ക്വാളിറ്റി അപ്ഗ്രഡേഷൻ ഓഫ് കോമ്പറ്റീറ്റീവ്നെസ്, അഥവാ ഒന്നുകൂടെ ക്വാളിറ്റി ബേസിൽ നമ്മളുടെ ട്രേഡ്, പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നിടത്ത് ഇവിടെയൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത്. മൂന്നാമത്തത് ഡയറക്റ്റ് ടാരിഫ് വരാത്ത ഏരിയകൾ, അഥവാ സേവന മേഖല, സർവീസ് സെക്ടർ പോലുള്ള ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളുടെ പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ചുരുക്കത്തിൽ ക്വാളിറ്റി ബേസ്ഡ് പ്രൊഡക്ഷൻ നടത്തുക, അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ട്രേഡ്, വൈവിധ്യമാർന്ന വ്യാപാര സാധ്യതകൾ തുറക്കുക, സേവന മേഖലകൾ കൂടുതൽ ശ്രദ്ധയൂന്നുക തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യയുടെ പുതിയ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. നമ്മൾ എക്കണോമിക്സ് കൂടുതൽ പഠിക്കേണ്ട മേഖലയാണ്. പ്രത്യേകിച്ച് ഇനി സാമ്പത്തിക മേഖലയിലൊക്കെ നല്ല വിദഗ്ധരായ ആളുകൾ നമ്മിൽ നിന്ന് കടന്നു വരണം. അപ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് നമുക്കറിയാം കൊമേഴ്സ് കാലത്തേക്ക് നമ്മളൊക്കെ പോകുന്നത്, എല്ലാത്തിനെയും ബിസിനസ് വൽക്കരിക്കുന്ന ഒരു കാലത്ത് വളരെ കൃത്യമായി ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ സവിശേഷമായി അതിനെ ഉൾക്കൊള്ളുകയും അതിലൂടെ രാജ്യങ്ങളൊക്കെ
ബിസിനസ്സിലൂടെ അല്ലെങ്കിൽ കൊമേഴ്സിലൂടെ മാത്രം നിലനിൽപ്പുള്ളൂ എന്നുള്ള തരത്തിലേക്ക് പോകുന്ന കാലത്ത് നമ്മളിതിനെ കുറച്ചുകൂടെ നന്നായി പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും ശ്രമിക്കുക എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസാനിപ്പിക്കുകയാണ്. നിലവിൽ 6.5% ആണ് നമ്മുടെ GDP. നമുക്കറിയാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥിതി ഗണ്യമായി ഓരോ വർഷവും അതിങ്ങനെ നന്നായിട്ട് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോൾ 6.4 ആയിരുന്നു, ഇപ്പോൾ 6.5 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നന്നായി വളർന്നു വരുന്ന ഒരു എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അൺസർട്ടനിറ്റി നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്നു. അത് രാജ്യത്തിൻ്റെ പുരോഗതിയെ ബാധിക്കുന്നു, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു. ഒന്നും വേണ്ട, നമ്മളൊരു കഴിഞ്ഞ 10 വർഷത്തെ നമ്മുടെ കേരളീയ ജീവിതവും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ലൈഫ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും വളരെ കൃത്യമായ ഒരു ട്രമൻഡസ് ചേഞ്ച്, വളരെ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഭക്ഷണ രീതിയാണെങ്കിലും നമ്മുടെ വേഷവിധാനമാണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ വാഹനങ്ങളടക്കം, നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളടക്കം. നേരത്തെ നമുക്കൊരു ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് എടുത്താൽ മതിയായിരുന്നു ഒരു ഫംഗ്ഷൻ വരുമ്പോൾ. ഇന്ന് നമ്മൾ ബ്രാൻഡഡിലേക്ക് പോയി, എല്ലാവരും ബ്രാൻഡഡ് വൽക്കരിച്ചൊരു കാലമാണ്. നമുക്ക് അലൻസുള്ളി വേണം, അല്ലെങ്കിൽ LP വേണം, അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കൊണ്ടോട്ടി ടൗണിൽ തന്നെ പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാൻഡഡ് ഷോപ്പുകൾ കാണാൻ പറ്റും. നേരത്തെ ഒരൊറ്റ ഷോപ്പിൽ, നമുക്ക് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയാൽ അവിടെ ഏറെക്കുറെ ആളുകൾക്ക് വേണ്ട കിട്ടും. ഇന്ന് നമ്മൾ അങ്ങനെയല്ല, റിലയൻസിൻ്റെ ട്രെൻഡിലേക്ക് പോകുന്നു അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ വളരെ കൃത്യമായി ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു കാലത്തേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ഇത്തരത്തിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളണം. അതുപോലെ തന്നെ ബിസിനസ് അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സ് എന്നുള്ളത് വലിയ സാധ്യതയുള്ളൊരു കാലം കൂടിയാണ്. ആ മേഖല ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സംവിധാനങ്ങളെയും പ്രവർത്തനങ്ങളെയും കൂടുതൽ പരിപോഷിപ്പിക്കുക കൂടി വേണമെന്ന് ഈ ഒരു സമയത്ത് സൂചിപ്പിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.